ഹായ് ഗൈസ്, ഒരു ടൈമിൽ സ്ക്വിഡ് ഗെയിം തന്ന ഓളം ഒന്ന് വേറെ തന്നെയാണ്. സ്ക്വിഡ് ഗെയിമിനെ പോലെ തന്നെ നമ്മളെ ത്രില്ലടിപ്പിക്കുന്ന ഒരു സർവൈവൽ ഗെയിം ഷോ കണ്ടാലോ? ദി 8 ഷോ സീസൺ 1 എപ്പിസോഡ് 1. ഫസ്റ്റ് തന്നെ ഇതിലെ മെയിൻ ക്യാരക്ടർ കടം കാരണം സൂയിസൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് കാണിക്കുന്നത്. കൂട്ടുകാരൻ പറഞ്ഞത് കേട്ട് ഷെയർ മാർക്കറ്റിൽ പണം ഇൻവെസ്റ്റ് ചെയ്യാൻ 9 കോടി രൂപയോളം ലോൺ എടുത്തുവെന്നും അവൻ പറ്റിച്ചുവെന്നും പറയുന്നുണ്ട്. ചാവാൻ തുടങ്ങുന്ന ടൈമിൽ അവന്റെ അക്കൗണ്ടിലേക്ക് ഓരോ ലക്ഷം രൂപ വീതം 6 തവണ വരുന്നുണ്ട്. അത് കണ്ട് ഞെട്ടി നിൽക്കുന്ന അവന്റെ മുന്നിലേക്ക് ഒരു ലക്ഷറി കാർ വന്ന് നിൽക്കുന്നു. അവൻ അതിൽ കയറിയിട്ട് ആരാണ് നിങ്ങൾ, എന്തിനാണ് എന്നെ സഹായിക്കുന്നത് എന്ന് ചോദിച്ചിട്ട് മറുപടി ഒന്നും ലഭിക്കുന്നില്ല. അവനെ ഒരു മൂവി തിയേറ്ററിന്റെ മുമ്പിൽ ഇറക്കി വിടുന്നു. അവിടെ ഒരു ടേബിളിൽ കുറച്ച് ക്യാഷും കുറച്ച് നമ്പർ കാർഡ്സ് ഒരു എൻവലപ്പും ഇരിപ്പുണ്ട്. ആ എൻവലപ്പിനകത്ത് ഗെയിംസിന്റെ റൂൾസ് ആണ്. ഹീറോ ആ റൂൾസ് എടുത്ത് വായിക്കുന്നുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ ഈ ഗെയിം കളിച്ച് ക്യാഷ് ഉണ്ടാക്കാം. ഈ ഗെയിം കളിക്കാൻ നിന്റെ എഫേർട്ടോ സ്കില്ലോ ആവശ്യമില്ല. ഈ ഗെയിമിൽ ഒരാൾ മരണപ്പെടുന്നിടം വരെ നിനക്ക് ആവശ്യമായിട്ടുള്ള ഫുഡും താമസവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ആരുടെയായാലും ജീവന് ആപത്തുണ്ടാവുന്ന ആ നിമിഷം ഈ ഗെയിം അവസാനിക്കും. താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പർ കാർഡ്സിൽ നിന്നും ഒരു നമ്പർ എടുത്ത് അകത്തേക്ക് പ്രവേശിക്കാം. അല്ലാത്ത പക്ഷം ഇവിടെ വെച്ചിരിക്കുന്ന ക്യാഷ് എടുത്ത് പുറത്തേക്ക് പോകാം. ആദ്യം നമ്മുടെ ഹീറോ പുറത്തേക്ക് പോകാൻ തയ്യാറാകുമെങ്കിലും ആ ക്യാഷ് കൊണ്ട് അവൻ ഒന്നും ആവില്ല. അവന്റെ ലോണിന്റെ പാതി പോലും അടച്ചു തീർക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയും അവൻ ഗെയിമിലേക്ക് പ്രവേശിക്കുന്നു. അവിടെ വെച്ചിരിക്കുന്നത് 1 മുതൽ 8 വരെയുള്ള കാർഡാണ്. അതിൽ കുറച്ച് കാർഡ് മിസ്സിംഗ് ആണ്. 3-ാം നമ്പർ കാർഡ് എടുത്ത് നമ്മുടെ ഹീറോ അകത്തേക്ക് പ്രവേശിക്കും. വലിയൊരു ഹാളും ഒരു സ്കോർ ബോർഡും 8 ഫ്ലോറുള്ള ഒരു ബിൽഡിംഗും കാണിക്കുന്നുണ്ട്. ഓരോ കാർഡും ഓരോ ഫ്ലോർ ആണെന്ന് മനസ്സിലാക്കി അവന്റെ ഫ്ലോറിലേക്ക് പോകുന്നു. അവന്റെ ഒരു ചെറിയ ഇടുങ്ങിയ മുറിയായിരുന്നു. അവിടെ വിൻഡോ പോലെ കാണിക്കുന്നുണ്ട്, പക്ഷേ അത് വിൻഡോ അല്ല, സ്ക്രീനാണ്. പിന്നെ ഒരു ലിഫ്റ്റും ഒരു ഫോണും കാണിക്കുന്നുണ്ട്. ആ ഫോൺ അവൻ ആവശ്യമുള്ള സാധനങ്ങൾ ഓർഡർ ചെയ്യാനാണ്. അതിന് അവന് പൈസ കൊടുക്കേണ്ടി വരും, അതും സ്പെഷ്യൽ റേറ്റ്. അവിടെയുള്ള ലിഫ്റ്റിലൂടെ ഒരു റൂൾ ബുക്കും അവന് വേണ്ട യൂണിഫോമും വേണം. യൂണിഫോം ഇടുന്നതിന് അവന് പൈസ ലഭിക്കുന്നുണ്ട്. യൂണിഫോം ഇട്ടതിന് 60,000 രൂപയും പെർ മിനിറ്റ് അവിടെ നിൽക്കുന്നതിന് 30,000 രൂപയും ലഭിക്കുമെന്ന് മനസ്സിലാക്കി അവൻ ആകെ സന്തോഷിക്കുന്നു. അപ്പോൾ എനിക്ക് ടോട്ടൽ എത്ര രൂപ കിട്ടും? എത്ര നേരം ഞാൻ ഇവിടെ നിൽക്കണം? മെയിൻ സ്ക്രീനിൽ 24 മണിക്കൂറാണ് കാണിച്ചത്. അപ്പോൾ ഒരു ദിവസം മാത്രം ഞാൻ ഇവിടെ നിന്നാൽ മതിയോ? ഒരു ദിവസം കൊണ്ട് എത്ര ഉണ്ടാക്കാം എന്നൊക്കെ അവൻ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അവൻ ഉറങ്ങാനായിട്ട് ബെഡ് ഓർഡർ ചെയ്യുന്നുണ്ട്. പക്ഷേ ബെഡിന് സ്പെഷ്യൽ റേറ്റ് ആണ് എന്ന് വെച്ചാൽ മാർക്കറ്റ് റേറ്റിന്റെ 100 ഇരട്ടി. അത് കാണുന്ന ഹീറോ ഒന്ന് ഞെട്ടുന്നുണ്ട്. അവൻ ഏകദേശം കാര്യം മനസ്സിലായി. ക്യാഷ് ഇങ്ങോട്ട് തരുന്നുണ്ടെങ്കിൽ ക്യാഷ് അവൻ അങ്ങോട്ടും വാങ്ങുന്നുണ്ട്. നമ്മുടെ ഹീറോ പറയുന്നത്, നിങ്ങൾക്ക് എന്നെ അറിയില്ല, ഞാൻ പ്ലാറ്റ്ഫോമിൽ കിടക്കുന്നതാണ്. എനിക്ക് കിടക്കാൻ ഒരു കാർഡ് ബോർഡും ഒരു ന്യൂസ് പേപ്പർ മതി എന്ന് പറഞ്ഞിട്ട് അത് അവൻ ഓർഡർ ചെയ്യുന്നു. അവൻ ഉറങ്ങാൻ കിടക്കുന്നുണ്ടെങ്കിൽ പോലും അവൻ ബാത്റൂമിൽ പോകാൻ വിടുന്നുണ്ട്. പക്ഷേ അവിടെ ബാത്റൂം സൗകര്യമില്ല. അതിനായിട്ട് അവൻ ഒരു കുപ്പി ഓർഡർ ചെയ്യുന്നുണ്ട്. അടുത്ത ദിവസം അവൻ സ്കോർ ബോർഡിലേക്ക് നോക്കുന്നു. ഏകദേശം 1.5 കോടി രൂപയായിട്ടുണ്ട്. അപ്പോൾ പുറത്തു നിന്ന് ഒരു പെണ്ണിന്റെ ശബ്ദം. അവനെ കൂടാതെ 7 പേര് കൂടിയുണ്ട്. അവർക്ക് പേര് പറയാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് എല്ലാവരും ഫ്ലോർ നമ്പർ വെച്ചാണ് പരിചയപ്പെടുന്നത്. നമുക്ക് ഓരോ ഫ്ലോർ നമ്പർ ആയിട്ട് പരിചയപ്പെടാം. ഫസ്റ്റ് ഫ്ലോറിന് കാല് വയ്യാത്ത ഒരാളാണ്. സെക്കൻഡ് ഫ്ലോർ അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗേളാണ്. തേർഡ് ഫ്ലോറിൽ പേടിത്തൊണ്ടനായിട്ടുള്ള നമ്മുടെ ഹീറോ ആണ്. 4th ഫ്ലോറിൽ ഒരു ഗേളാണ്. 5th ഫ്ലോറിലെ ഗേൾ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് കരുതുന്ന കിളി പോയ ഒരു പെണ്ണാണ്. 6th ഫ്ലോറിൽ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണ്. 7th ഫ്ലോറിലെ ആൾ അത്യാവശ്യം ഇന്റലിജന്റ് ആണ്. 8th ഫ്ലോറിൽ അത്യാവശ്യം ഷോ ഓഫ് കാണിക്കുന്ന ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരു പെണ്ണാണ്. അപ്പോൾ ഗെയിം തുടങ്ങിയാലും